എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് ചില റവന്യൂ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർ വെറുതെ ഒരു രസത്തിന് ചില വരികൾ എഴുതി വച്ചു. സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, പുരയിടങ്ങളായിരുന്ന ഭൂമി മുഴുവൻ തോട്ടങ്ങളായി മാറി. ഇത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു. ബാക്കി കേരളം മുഴുവൻ സംഭവിച്ചെന്ന് എല്ലാവരും പറയുന്നത്. എന്നതാണേലും ഞാനൊക്കെ ഒരു വർഷത്തിലധികം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പുരയിടം തോട്ടമായാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, തോട്ടങ്ങൾ അനുവദിച്ചിരിക്കുന്ന കൃഷിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റബ്ബർ, തേയില, കൊക്കോ, കാപ്പി, തെങ്ങ്, ഇത്രമേ തോട്ടങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറത്ത് റംബുട്ടാനോ ഫിലോസാനോ മംഗോസ്റ്റിനോ ഉൾപ്പെടെയുള്ള ഫ്രൂട്ട് ട്രീസ് പോലും ആ തോട്ടങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. പുരയിടങ്ങൾ തോട്ടങ്ങളായി മാറിയാൽ അത് കൃഷിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ ഒരു ദൂഷ്യം. രണ്ടാമത്തെ ദൂഷ്യം, ഈ തോട്ടങ്ങളിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പെർമിറ്റ് കിട്ടുകയില്ല. തന്നെയുമല്ല, ഉദ്യോഗസ്ഥന്മാർ നിൽക്കേണ്ട പോലെ നിന്നാൽ ഈ ഉള്ള പണിത കെട്ടിടങ്ങൾ സഹിതം പൊളിച്ചും കളയേണ്ടി വരും. അതാണ് എൻ്റെ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, തോട്ടമായി പോയ സ്ഥലങ്ങൾ ഒരു ബാങ്കും ഈട് പിടിക്കുകയില്ല. തോട്ടത്തിന് ബാങ്ക് ലോൺ കൊടുത്താൽ ചെറിയ കാർഷിക ലോൺ ഒരു ഏക്കറിന് 10,000-20,000 രൂപയ്ക്ക് താഴെ കൊടുക്കുള്ളൂ. ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു വലിയ തുകയ്ക്കോ ലോൺ കൊടുക്കില്ല. 4, തോട്ടമായി പോയ ഒരു വ്യക്തി വേറൊരാൾക്ക് എഴുതി കൊടുത്തെന്ന് വെച്ചോ, വിറ്റു എഴുതി കൊടുത്താൽ ആ രണ്ടാമത് മേടിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ ആ വസ്തു പിന്നെ തോട്ടം പുരയിടമാക്കി മാറ്റാൻ പറ്റിയല്ല. അതിൻ്റെ വ്യവസ്ഥ, അയാളിത് തോട്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് മേടിച്ചു എന്നുള്ള തെറ്റാണ് അയാൾ ചെയ്യുന്നത്. പുരയിടം തോട്ടമായി അത് വാങ്ങിക്കുന്നവരറിയാൻ മേലാതെ വാങ്ങിച്ചാൽ ആ സ്ഥലം പിന്നെ ഒരിക്കലും തിരിച്ച് പുരയിടമാക്കാൻ പറ്റിയല്ല. ഏറ്റവും ലാസ്റ്റ് പറയട്ടെ, ഈ തോട്ടമായി നിൽക്കേണ്ട പോലെ മുന്നോട്ട് പോയാൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൊളിച്ച് കളയേണ്ടി വരും. ചുരുക്കം ചില ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർ, ചേറ്റകൾ കാണിച്ചു വെച്ച പണിയായത്. ഇവന്മാരിത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തു. ഈ 3,35,00,000 ജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് ഇവന്മാർക്ക് ശമ്പളവും കിമ്പളവും പോകാനുള്ള വണ്ടിയും അതിനുള്ള ഡീസലും പെട്രോളും സംവിധാനവും സാഹചര്യവും പിരിഞ്ഞപ്പോൾ ഒരു വലിയ തുകയും പെൻഷനും കൊടുത്തു. ഈ ചെറ്റകൾ ഇന്നും വീട്ടിലിരിക്കുക അവന്മാർ ഈ പണി ഒപ്പിച്ചിട്ടോ. എന്നിട്ടോ കൊറോണ മൂത്ത് നിന്ന കാലത്ത് ഈ ജനം മുഴുവൻ ഈ ആധാരങ്ങളുമായിട്ട് ഓടി. ആഫീസുകളിൽ കയറ്റുകയില്ല. എങ്ങനെയാണ് അതിന് അവർ ചോദിച്ചത്? കഴിഞ്ഞ 30 വർഷം മുമ്പത്തെ ആധാരത്തിൻ്റെ മുഴുവൻ കോപ്പി മുറിച്ച് വിറ്റ ആധാരങ്ങൾ, അതിൻ്റെ മുന്നാധാരങ്ങളുടെ കോപ്പി എവിടുന്ന് കിട്ടും? ഒരു 10 ഏക്കർ സ്ഥലം ഒരുമിച്ച് പൊട്ടിച്ച് വിറ്റെങ്കിൽ അതിന് ഒരു മുന്നാധാരമല്ല ഉള്ളൂ. അത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആൾക്കാർ കൊടുക്കുമോ? അതിൻ്റെ കോപ്പി നഷ്ടപ്പെട്ടു പോയാൽ ഈ കോപ്പി ബാങ്കിൽ ചെല്ലുമ്പം, ഇനി കോപ്പി ഉണ്ടെങ്കിൽ പോലും ബാങ്കിൽ ചെല്ലുമ്പം ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർമാരോ പറയും, ഇതിൻ്റെ ഒറിജിനൽ ഒന്ന് കൊണ്ടുപോകാൻ, ഞങ്ങളൊന്ന് വെരിഫൈ ചെയ്യട്ടെ. അപ്പോൾ എവിടുന്ന് കിട്ടും? കോപ്പി കിട്ടിയില്ല. കോപ്പി കിട്ടാതെ വന്നപ്പം അതിൻ്റെ പുറകിലുള്ള അടുത്ത കളി, എല്ലാവരും സർട്ടിഫൈഡ് കോപ്പി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. കേരളത്തിലെ ജനം മുഴുവൻ പിന്നെ സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ അങ്ങ് പോകാൻ തുടങ്ങി. കോടികൾ സർക്കാരിലേക്ക് ചെന്നു. ചുമ്മാതെ അകത്തിരുന്ന പേപ്പറിൻ്റെ എല്ലാം സർട്ടിഫൈഡ് കോപ്പി. കോടീശ്വരം മുതൽ ഒരു ഗതിയില്ലാത്ത സാധാരണക്കാർ വരെ ആഫീസുകൾ കയറി നിരങ്ങി. നിങ്ങൾക്കറിയാം, ഈ കൊറോണ മൂത്ത് നിന്ന കാലത്ത് മനുഷ്യൻ മാസ്കും കെട്ടി മനുഷ്യൻ അവിടെ ഇവിടെ ഒറ്റയ്ക്കും പെട്ടയ്ക്കുമായിട്ട് നടന്ന് വില്ലേജ് ഓഫീസുകളിൽ ചെന്ന് ഇതിൻ്റെ പേപ്പറുകൾ മേടിച്ച് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പികൾ എടുത്ത് അവസാനം ഈ സാധനം താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി ആ മുറ്റത്ത് വെച്ചിരുന്ന കൊട്ടയ്ക്കകത്ത് നിന്ന് എടുത്ത് എല്ലാം കൂടെ കഴിഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ഫോട്ടോ കോപ്പി, കോടിക്കണക്കിന് രൂപയുടെ സ്റ്റാമ്പ്, കോടിക്കണക്കിന് രൂപയുടെ സർട്ടിഫൈഡ് കോപ്പി, ഇതെല്ലാം കൂടെ വെച്ച് ജനം അലഞ്ഞു തിരിഞ്ഞു. ഒപ്പിച്ച് വെച്ച ചെറ്റ വീട്ടിൽ പോയിരുന്നു.
രാഷ്ട്രീയക്കാരൊന്നും കണ്ടതായിട്ട് കൂടിയില്ല. 140 കള്ളന്മാരും രാജാക്കന്മാരും ഇതിന് കൂട്ടു നിന്നു. അവസാനം സർക്കാരിൻ്റെ ചീഞ്ഞ പേപ്പറിൽ ഇതിനു മുമ്പ് പുരയിടമായിരുന്നതായി കാണുന്നു എന്നും പറഞ്ഞ് തഹസീൽദാർ എഴുതി ഒപ്പിട്ട ഒരു ഇത് തന്നു. എത്ര കാലം ഇതിരിക്കും? അത് കഴിഞ്ഞ് ചെന്ന് കരമടച്ചപ്പം പുരയിടമൊന്നും പറഞ്ഞല്ല കരമടച്ച് കിട്ടിയത്, വീണ്ടും കിട്ടി തോട്ടം. അപ്പം ചോദിച്ചു, സാറേ ഇത് തോട്ടമാണല്ലോ. അതെ തോട്ടമാ. അപ്പം ഇത് പുരയിടമാക്കാൻ വേണ്ടി ഞങ്ങളല്ല ഓടിയതോ? അത് നീയൊക്കെ അല്ലേ ഓടിയതോ? ഞങ്ങൾക്കെന്നാ? അവസാനം പിന്നെ ചോദിച്ചത് എങ്ങനെ നിലനിൽക്കും? അത് സർക്കാർ ഒരു പേപ്പർ തന്നിട്ടില്ലേ, ഇതിന് മുമ്പ് പുരയിടമായിരുന്നതായി കാണുന്നു എന്നൊരു പേപ്പർ തന്നിട്ടില്ലേ? തന്നു. അത് സൂക്ഷിച്ചു പോയി. അതായത് ആധാരം നഷ്ടപ്പെട്ടാലും വസ്തുവിൻ്റെ വില പോവും, ഈ പേപ്പർ നഷ്ടപ്പെട്ടാലും വില പോവും. ഒപ്പിച്ച് വെച്ച കോലം കണ്ടോ? 15 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥ അല്ലെ അധികാരവർഗത്തിൽ ഒരു വിഭാഗം അധികാരവർഗം ഇവിടുത്തെ പൊതുജനത്തിനിട്ട് ഒപ്പിച്ചു കൊടുത്ത പണിയാണ്. എന്നാ ചെയ്യാൻ പറ്റും? ഇത് പിന്നെ സൂക്ഷിച്ചു വെച്ചാനകത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഓരോ ആധാരങ്ങളുടെ കൂടെയും ഇത് ഭദ്രമായിട്ട് എടുത്തു വച്ചിരിക്കുക ആൾക്കാർ. എന്തെങ്കിലും കാരണവശാൽ തിരിഞ്ഞോ മറിഞ്ഞോ എടുക്കുമ്പോൾ അതുങ്ങാനും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് പോയി. വീണ്ടും പോയി കരമടയ്ക്കുമ്പോൾ കിട്ടുന്നത് തോട്ടം പേപ്പറിലുണ്ടെന്ന്. എൻ്റെ ചോദ്യം, ഈ ജനത്തിന്, കേരളത്തിലെ ജനത്തിന് കൊറോണ കാലത്ത് ഓരോരുത്തർക്ക് നഷ്ടമായ പണം ആര് തരും? 2, ഇതിൻ്റെ പുറകെ നടന്ന സമയം ആര് തരും? 3, ഈ കൂട്ടുനിന്ന 140 MLA-മാരും ഇതിന് ഉത്തരവാദിയല്ലേ? 4, ഇതൊപ്പിച്ചു വെച്ച ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥന്മാരോ ശിക്ഷാർഹരല്ലേ? ഇതൊപ്പിച്ചു വെച്ചിട്ട് പോയവനും പെൻഷനും പിരിയുമ്പോൾ ഒരു തുകയും ആനുകൂല്യങ്ങളും കൊടുത്തില്ലേ? പിരിഞ്ഞെങ്കിൽ പിരിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവരെ എന്തിനു സംരക്ഷിക്കണം? ഈ പൊതുജനത്തിന് മുഴുവൻ ദൂഷ്യമുണ്ടാക്കിയതിൻ്റെ നഷ്ടം ഇതിൻ്റെ പുറകിൽ കളിച്ച ഉദ്യോഗസ്ഥൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് അതിന് നടപടി ഉണ്ടാക്കണ്ടേ? 3,35,00,000 പൊതുജനത്തിനോട് ചോദിക്കുക, ഇതുണ്ടാക്കണ്ടേ? നമുക്ക് നീതി വേണ്ടേ? അതാ ഇവന്മാർ കാണിച്ചു വെക്കുന്ന ഓരോ കൊള്ളരുതായിക്കും പേപ്പർ ഉണ്ടാക്കി ആഫീസ് തോറും തെണ്ടി നടക്കുക എന്നുള്ളതാണോ മലയാളിയുടെ ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ഉത്തരവാദിത്തം? ഇത് കണക്കം പ്രകാരം ഇത് കൃത്യമായി കേസ് കൊണ്ടു കൊടുത്താൽ ഇത് വലിയ ചതിയാണിത്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇത് വെറും കോടാലി ആയിരുന്നെങ്കിൽ ആകാശ കോടാലി പുറകെ വരുന്നു. ഇത് വെറും കോടാലി ആയിരുന്നെങ്കിൽ ആകാശ കോടാലി പുറകെ വരുന്നു. കേരളത്തിലെ മുഴുവൻ വസ്തുവുള്ള ഭൂമിയുള്ള സകലർക്കിട്ടും പണി വരുന്നു. ആലോചിച്ചോ? LDF-നെയും UDF-നെയും താങ്ങി നിർത്തണമെന്ന് വാശി വെക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വരെ പണി കിട്ടും. എഴുതി വെച്ചോ. വസ്തുവെ തൊടുമ്പോഴാണ് നിങ്ങൾ ഇത് ചുമന്നത് ഇതിൻ്റെ സുഖം അറിയുന്നത്. എല്ലാവരിട്ടുമുള്ള പണി, വലിയ പണി വരുന്നുണ്ട്. അതിൻ്റെ ബേസായിട്ടാണ് ഈ വിഷയം പറഞ്ഞത്. ഈ വിഷയം അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ 1000 ഇരട്ടി വലുതാണേ വരുന്നെങ്കിൽ എത്ര ഭീകരമെന്ന്. അതുകൊണ്ട് പറയട്ടെ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ വിഷയം പഠിക്കുക, ഇതിൻ്റെ രീതികൾ പഠിക്കുക, ഇതിനനുസരിച്ച് നിൽക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും മുന്നോട്ടുള്ള വീഡിയോകളിൽ കൂടുതൽ ഡീറ്റെയിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.